പാമ്പൻ പാലം തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ്. ഈ പാലത്തിന് ഒരുപാട് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. പഴയ പാമ്പൻ പാലം നിർമ്മാണത്തിന്റെ തുടക്കം ബ്രിട്ടീഷ് ഭരണകാലത്ത് ശ്രീലങ്കയുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1870കളിൽ തന്നെ ഒരു പാലം എന്ന ആശയം ഉടലെടുത്തു. നിർമ്മാണം 1911 ഓഗസ്റ്റിൽ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1914 ഫെബ്രുവരി 24-ന് ഈ പാലം ഗതാഗതത്തിനായി തുറന്നു. അന്നത്തെ മദ്രാസ് ഗവർണർ ലോർഡ് പെൻലാൻഡാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമായിരുന്നു ഇത്. നീളം ഏകദേശം 2.065 കിലോമീറ്റർ നീളമുണ്ടായിരുന്നു ഈ പാലത്തിന്. പ്രത്യേകത, കപ്പലുകൾക്ക് കടന്നുപോകാൻ കഴിയുന്ന ഷെർസർ റോളിംഗ് ലിഫ്റ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഒരു ഭാഗം ഈ പാലത്തിനുണ്ടായിരുന്നു. ഈ ഭാഗം 90 ഡിഗ്രിയിൽ വരെ ഉയർത്താൻ സാധിച്ചിരുന്നു. ദ്വീപിലേക്കുള്ള ഏക കരമാർഗം 1988-ൽ റോഡ് പാലം നിർമ്മിക്കുന്നതുവരെ രാമേശ്വരത്തേക്കുള്ള ഏക കരമാർഗം ഇതായിരുന്നു. 1964-ലെ രാമേശ്വരം ചുഴലിക്കാറ്റിൽ ഈ പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പിന്നീട് ഇത് പുനരുദ്ധരിച്ചു. 1914-ൽ മീറ്റർ ഗേജ് പാതയായിരുന്ന ഇത് 2007-ൽ ബ്രോഡ് ഗേജായി പരിവർത്തനം ചെയ്തു. പുതിയ പാമ്പൻ പാലം പഴയ പാലത്തിന് സമാന്തരമായി ഒരു പുതിയ ലംബമായ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ലംബമായ ലിഫ്റ്റ് കടൽപ്പാലമാണിത്. ഏകദേശം 2.07 കിലോമീറ്റർ നീളമുള്ള ഈ പാലത്തിൽ 72 മീറ്റർ നീളമുള്ള ഒരു ലംബ ലിഫ്റ്റ് വിഭാഗം ഉൾപ്പെടെ 100 സ്പാനുകളുണ്ട്. 2024-ൽ നിർമ്മാണം പൂർത്തിയായ ഈ പാലം 2025 ഏപ്രിലിൽ ഗതാഗതത്തിനായി തുറന്നു. ഈ പുതിയ പാലം കപ്പലുകൾക്ക് 22 മീറ്റർ വരെ ഉയരത്തിൽ കടന്നുപോകാൻ സൗകര്യമൊരുക്കുന്നു. പാമ്പൻ പാലം കേവലം ഒരു പാലം മാത്രമല്ല, രാമേശ്വരവുമായുള്ള ബന്ധം നിലനിർത്തുന്നതിലും തീർത്ഥാടകർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു യാത്രാമാർഗവുമാണ്. പഴയ പാലം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായിരുന്നു. പുതിയ പാലം ആധുനിക സാങ്കേതിക വിദ്യയുടെ മികച്ച ഉദാഹരണമാണ്.